ഇപ്പൊ നല്ല സ്വഭാവവും നല്ല സ്നേഹവും നല്ല സംസ്കാരവും നല്ല പെരുമാറ്റവും തുടങ്ങിയിട്ടുണ്ട്. എത്ര വലിയ സന്തോഷം ഉണ്ടാകും സഹോദരങ്ങളെ. നിന്റെ അയൽക്കാരൻ ഒരു നിസ്കരിക്കാത്തവനാണോ, കൂടെ കൂടിയിട്ട് നീ അവനെ നിസ്കരിപ്പിക്കണം. നിന്റെ അയൽക്കാരൻ ദീനീ ഖിദ്മത്തിനൊന്നും സംബന്ധിക്കാത്തവനാണോ, നീ അവനോട് സഹവാസം പുലർത്തിയിട്ട് അവനെ നന്നാക്കണം. ഏതാണോ ഏത് വിഷയത്തിലാണോ അവന് കുറവുള്ളത്, നീ നിന്റെ വഴിയിലേക്ക് അവനെ കൂട്ടിയിട്ട് നിന്റെ കൂടെ വരെ പ്രവർത്തിക്കുന്ന ഒരാളാക്കി അവനെ മാറ്റിയിട്ട് കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മുടെ ഈ സഹവാസത്തിന് വലിയ വിലയുണ്ടാവുക. സുബ്ഹാനല്ലാഹ്. ഒന്നിലേക്കും പോകാതെ ഒന്നിലേക്കും തിരിയാതെ ഒരു മാർഗത്തിലേക്കും ശ്രദ്ധിക്കാതെ ഏകാഗ്രതയോടെ നടന്നിരുന്ന പല ആളുകളുടെ അടുത്തേക്കും അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നിരിക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ കുടുംബ വിശേഷങ്ങൾ ചോദിക്കുകയും ഇസ്ലാമിന്റെ സ്വഭാവവും രീതിയും ഓതിക്കൊടുക്കുകയും ചെയ്തപ്പോ 1, 2, 3, 4, 5 തവണ ഓതിക്കൊടുത്തവരുണ്ട്. ഒരുപാട് തവണ പല ആയത്തുകളും കേട്ട ആളല്ലേ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു. പക്ഷേ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മനസ്സിൽ തറച്ചൊരു ആയത്ത് കേട്ടപ്പോ പിന്നെ എനിക്ക് മാറാൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ആ ചെറുപ്പക്കാരനോട്. നല്ല പെരുമാറ്റം. ഷഹാദത്തിലും ചൊല്ലിയിട്ടില്ലെങ്കിലും ആള് നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം. അപ്പൊ ഇടക്കിടക്ക് തങ്ങൾ കാണുമ്പോഴേക്ക് ഒരു 10 മിനിറ്റ് വർത്തമാനം പറയാനിരിക്കും. വന്ന വഹി എന്തെങ്കിലും ഓതിക്കൊടുത്തു. ഒരു ദിവസം കുറെ ആയത്ത് അങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി വരുന്ന അവസ്ഥ ഉണ്ടായപ്പോ ചോദിച്ചു, അടുത്തിരിക്കുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇപ്പൊ വല്ല സന്ദേശം വന്നിട്ടുണ്ടോ? അതേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്താ അപ്പൊ വന്നതൊന്ന് ഓതി ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ ഓതിക്കൊടുത്തു, ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഈതാഇൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഅിദുകും ലഅല്ലകും തദക്കറൂൻ. നമ്മുടെ നാട്ടിലൊക്കെ ഖതീബുമാർ ഏറ്റവും വലിയ ഉപദേശം നടത്തുന്ന ഖുതുബയിലെ വലിയൊരു ഉപദേശം. ആ ആയത്ത് അങ്ങ് ഓതിക്കൊടുത്തപ്പോ ഉസ്മാൻ ഇബ്നു മദ്ഊൻ തങ്ങൾ പറഞ്ഞു, എന്റെ മനസ്സിൽ ഈമാൻ അങ്ങോട്ട് ഉറച്ചു. പിന്നെ ഞാൻ ഷഹാദത്ത് കലിമ ചൊല്ലാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോട്ടം നോക്കിയില്ല, ഞാൻ ഉടനെ ചൊല്ലി. ആ ആയത്തിലെ അന്തർധാരകൾ, അതിലെ അർത്ഥങ്ങൾ, ആശയങ്ങൾ എന്റെ മനസ്സുകൊണ്ട് ഞാനൊന്ന് ഇങ്ങനെ വിലയിരുത്തിയപ്പോ എന്റെ മനസ്സിന് വല്ലാത്തൊരു കുളിരി. ഞാനങ്ങ് ഉറപ്പിച്ച് ചൊല്ലി ഷഹാദത്ത് കലിമ. അപ്പൊ നിങ്ങൾ നോക്കി, നേരത്തെ ഒരുപാട് ആയത്തുകൾ ഓതിക്കൊടുത്തിട്ടില്ലേ? എന്നിട്ട് അതുകൊണ്ട് മതിയാക്കി ഇല്ല, സഹവാസം കൊണ്ട് മതിയാക്കിയില്ല. ഒരാളോടുള്ള സഹവാസത്തിൽ അയാൾ നന്നായി കിട്ടണമെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് സഹവസിക്കേണ്ടി വരും. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജയിൽ സൂപ്രണ്ടിനോട് പറയുന്നു, എന്റെ അയൽക്കാരനെ ഒന്ന് എനിക്ക് കാണണം, ഒന്ന് സംസാരിക്കാനാണ്. ജയിലിന്റെ ഉള്ളിൽ നിന്ന് അയൽക്കാരനെ കൂട്ടിക്കൊണ്ടുവരുമ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് അയൽക്കാരൻ പറയുന്നു, ലാ അശ്റബു അബദാ, ഒരു കാലത്തും ഇനി ഞാൻ മദ്യപിക്കൂല. ഉസ്താദേ, നിങ്ങൾ വരുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. എന്നോട് സംസാരിക്കാനോ എന്റെ വിഷയത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കാനോ നിങ്ങൾ വരുമെന്ന് ഞാൻ ഒരു നിലക്കും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. എന്റെ കുടുംബക്കാരും വന്നില്ലല്ലോ, എന്റെ സ്വന്തക്കാരും വന്നില്ലല്ലോ, അവര് വരില്ല. കാരണം അത്രമാത്രം ഞാൻ കഷ്ടപ്പാടുകൾ വരുത്തിയിട്ടുണ്ട്. എന്റെ